ഹലോ ഗേസ്, രാവിലത്തെ ക്ലാസ്സും കഴിഞ്ഞ് പിന്നെയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേന് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ആകെ ക്ഷീണിച്ച് പോലെന്നും പറയാനില്ല. അപ്പോൾ ഗേസ്, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഗേസ്, എൻ്റെ അനിയൻ പഠിക്കാനായിട്ട് പത്തനംതിട്ട പോവുകയാണ്. അപ്പോൾ അവന് പോണതിന് മുമ്പ് അവൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പിലാണ്. ഇത് അവന് നല്ല ചിട്ടയോട് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ അവന് ബാഗൊക്കെ എടുത്ത് അവൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് അവൻ്റെ ബാഗിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഗൈസ്, ഒരു സത്യം പറട്ടെ, ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ വെറുതെയാണ്. കാരണം അവൻ്റെ മുമ്പിൽ നമ്മൾ ഹാപ്പിയാണെന്ന് കാണിക്കാനുള്ളൊരു ചെറിയൊരു ഡ്രാമ എന്ന് പറയാം. കാരണം അവൻ പോണേന് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം അത്രയ്ക്ക് ഞങ്ങൾ അവനെ നോക്കിയതാണ്. സ്വന്തം മോനെ പോലെ, എനിക്ക് അവനെ സ്വന്തം മോനെ പോലെ ഞാൻ അവനെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഞാനത് അവൻ്റെ മുമ്പിൽ ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ വിഷമം കാര്യങ്ങളും. കാരണം ഞങ്ങൾ കരഞ്ഞാൽ അവൻ എന്തായാലും കരയും. അങ്ങനെ ഗൈസ്, അവൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 ബാഗാണ് അവന് കൊണ്ടുപോകുന്നത്. ആ 2 ബാഗിലും മാക്സിമം സാധനങ്ങൾ നമ്മൾ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും അവനക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് കൊടുത്തയക്കേണ്ട. ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് വരെ നമ്മൾ ഇവിടുന്ന് കൊടുത്തയക്കേണ്ട അവനക്ക്. അവൻ്റെ പാക്കിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാനൊരു സൈഡും. കാരണം അത്രയ്ക്കും നല്ല ക്ഷീണമുണ്ട് എനിക്ക്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഞാനും പറഞ്ഞു ഇനി ബാക്കി നീ നോക്കിക്കോ, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൂമിലേക്ക് പോവാണ്. എൻ്റെ റൂമിലേക്ക് നേരെ വന്നപ്പോൾ കണ്ട കാഴ്ച തരം കേസ്. നട്ടുപിരാന്ത് പിടിക്കാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകണം. ഒന്നാമത് തീരെ വയ്യ, അതിനിടയിൽക്കൊണ്ടാണ് ഈ ഒരു ജഗപ്പൊക്കെ. അങ്ങനെ പിന്നെ അതൊക്കെ ഇനി നാളെ എടുത്ത് വെച്ച് മടക്കി വെക്കല്ലോ വിചാരിച്ച് ഞാനതെല്ലാം പഠിച്ചോണ്ടാണ് ഒരു ഒറ്റ കിടന്ന്. അപ്പം കേസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.